സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ശ്വേതകേതുവിൻ്റെ തിരിച്ചറിവ് എന്ന ഉപനിഷത്ത് കഥയുടെ 3-ാം ഭാഗം കേൾക്കാം. സമർപ്പണം PM നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. മകൻ്റെ അന്താളിപ്പ് കണ്ട് ഉദ്ദാലകൻ ചോദ്യം കുറെ കൂടി ലളിതമാക്കി വിശദീകരിച്ചു. മകനെ ശ്വേതകേതു, ലോകത്തിൽ അനേകം പദാർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ പദാർത്ഥങ്ങളെയും വേറെ വേറെ എടുത്ത് ശരിയാവണ്ണം അറിയുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം അത് എണ്ണത്തിൽ അത്ര അധികമുണ്ട്. നമ്മുടെ ആയുസ്സാണെങ്കിൽ വളരെ കുറച്ച് മാത്രവുമാണ്. എന്നാൽ പദാർത്ഥങ്ങളുടെ ഗുണചിന്തനത്തിലൂടെ അവയുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന് നീ ആലോചിച്ചു നോക്കൂ. നീ പലതരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കണ്ടിട്ടില്ലേ? വള, മാല, മോതിരം, കമ്മൽ മുതലായ പലവിധം ആഭരണങ്ങൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുവാൻ കഴിയും. എന്നാൽ ഇവയെല്ലാം ഉരുക്കിയാൽ സ്വർണമായി അവശേഷിക്കുന്നു. ആഭരണങ്ങളുടെ രൂപമോ നാമമോ ആ ഉരുക്കിയ സ്വർണത്തിനുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വളയും മാലയും കമ്മലും ആകുന്നതിനു മുമ്പ് അത് സ്വർണം മാത്രമായിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, വള, കമ്മൽ, മോതിരം, മാല എന്നിവയൊക്കെ വെറും നാമരൂപങ്ങൾ മാത്രമാണ്. സത്യത്തിൽ അവയെല്ലാം എപ്പോഴും സ്വർണം മാത്രമാണ്. സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം കൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു എന്നു മാത്രമേയുള്ളൂ. അതിലെ രൂപത്തിനനുസരിച്ച് പല നാമങ്ങളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അതിന് സ്വർണ്ണപ്പണിക്കാരൻ ഒരു നിമിത്തം മാത്രമാണ്. ഇനി നീ നന്നായി ആലോചിച്ചു നോക്കിയിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ട ശ്വേതകേതു അച്ഛനോട് അപേക്ഷിച്ചു. അച്ഛാ, എൻ്റെ ഗുരു എനിക്ക് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അത് എന്താണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു തന്നാലോ? മകൻ്റെ അഭ്യർത്ഥന കേട്ട ഉദ്ദാലകന് ഒരു കാര്യം മനസ്സിലായി. മകൻ്റെ ഗർവെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദാലക മഹർഷി പുത്രന് യഥാർത്ഥ അറിവിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. മകനെ ശ്വേതകേതു, നീ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇവയെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദിയിൽ ഒരു ചൈതന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സത്യസ്തു അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ സത്ത് പലതാകട്ടെ എന്ന് സ്വയം ആഗ്രഹിച്ചു. അങ്ങനെ ആദ്യം പഞ്ചതന്മാത്രങ്ങളുണ്ടായി. പഞ്ചതന്മാത്രങ്ങൾ എന്നാൽ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാണ് പഞ്ചഭൂതങ്ങൾ. പിന്നീട് ജീവാത്മാവ് സ്ഥാവര ജംഗമ വസ്തുക്കളിൽ സ്വയം പ്രകടിതമായി. ആദിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ സത്തു തന്നെയാണ് ജീവജാലങ്ങളിൽ ചൈതന്യ സ്വരൂപനായ ജീവാത്മാവായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ സത്തിനെ അറിഞ്ഞാൽ എല്ലാത്തിനെയും അറിയാൻ കഴിയും. മകനെ, ഞാൻ നിന്നോട് ചോദിച്ചില്ലേ, ഏതൊന്നിനെ അറിഞ്ഞാലാണോ പിന്നെ യാതൊന്നും അറിയേണ്ടതില്ല എന്ന്? അതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ സത്തിൻ്റെ അറിവിലൂടെ എല്ലാം നമുക്ക് അറിയാൻ കഴിയും. പിന്നെ മറ്റൊന്നും അറിയേണ്ടതില്ല. അത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ശ്വേതകേതുവിന് അനേകം സംശയങ്ങളുണ്ടായി. അയാൾ വീണ്ടും പിതാവിനോട് ചോദിച്ചു, ആദിയിൽ ഒന്നായിരുന്നത് എങ്ങനെയാണ് പലതാകുന്നത്? സൂക്ഷ്മത്തിൽ നിന്ന് എങ്ങനെ സ്ഥൂലമുണ്ടാകും? പിതാവേ, ഒന്നും എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നില്ലല്ലോ. ശ്വേതകേതുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഉദ്ദാലക മഹർഷി പറഞ്ഞു, മകനെ ശ്വേതകേതു, നീ ഇപ്പോൾ പോകുക. 15 ദിവസങ്ങൾ നീ ആഹാരമൊന്നും കഴിക്കരുത്. ആവശ്യമെങ്കിൽ വെള്ളം മാത്രം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. അങ്ങനെ 16-ാമത്തെ ദിവസം ഇനി നമുക്ക് നേരിൽ കാണാം. അച്ഛൻ്റെ ഈ ആവശ്യം ശ്വേതകേതു അനുസരിച്ചു. അവൻ 15 ദിവസം പട്ടിണി കിടന്നു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.